ഹായ് ഫ്രണ്ട്സ്, സ്പർശ് വെൽനസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് മദ്യം കഴിക്കാത്തവരിൽ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ആണ്. കരളിൽ അമിതമായി കൊഴുപ്പടിയുന്നത് മൂലം കരളിനുണ്ടാകുന്ന വീക്കത്തിനാണ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്: സിമ്പിൾ ഫാറ്റി ലിവർ ആൻഡ് നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ്. സിമ്പിൾ ഫാറ്റി ലിവർ ഡിസീസിൽ സാധാരണ ലിവർ സെല്ലിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നുണ്ടെങ്കിലും ലിവറിൽ ഇൻഫ്ലമേഷനോ ലിവർ സെൽ ഡാമേജോ ഉണ്ടാകാറില്ല. എന്നാൽ നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് കുറച്ചുകൂടി ഗുരുതരമായ അവസ്ഥയാണ്. ഇതിൽ ലിവർ സെല്ലിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന മൂലം ലിവർ സെല്ലിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ഇത് ലിവർ സെല്ലിൽ സ്പ്രെഡ് ചെയ്തിട്ട് ലിവർ വലുതാവുകയും ചെയ്യുന്നു. ഇതിന് ഹെപ്പറ്റോ മെഗാലി എന്ന് പറയുന്നു. ലിവർ സെൽസിൽ സ്കാറിംഗ് അഥവാ ഫൈബ്രോസിസ് ഉണ്ടാവുകയും സിറോസിസ് ആയി മാറാൻ സാധ്യതയും കാണുന്നു. ഇത് ചിലപ്പോൾ ക്യാൻസറിന് തന്നെ കാരണമായി തീരുന്നു. ലിവറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് സാധാരണ അമിതമായി മദ്യം കഴിക്കുന്നവരിലുള്ള അതേ ചേഞ്ചസ് തന്നെയാണ് മദ്യം കഴിക്കാത്തവരിലും ഉണ്ടാകുന്നത്. ഇതിന്റെ കാരണങ്ങൾ എന്തെന്ന് ഇതുവരെ ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എത്ര കാലം ജീവിച്ചിരിക്കാൻ കഴിയുമെന്നുള്ളത് ലിവറിലെ സ്കാറിങ്ങും മറ്റ് ആരോഗ്യാവസ്ഥയും അനുസരിച്ചിരിക്കും. പലപ്പോഴും ഇത് ഇനിഷ്യൽ സ്റ്റേജിൽ രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. ഡിസീസ് പ്രോഗ്രസ് ചെയ്യും തോറും ക്ഷീണം, ബലഹീനത, വയറിന് മുകൾ ഭാഗത്തായി വലതുവശത്ത് ലിവർ റീജിയനിൽ വേദനയും അസ്വസ്ഥതയും തോന്നുക. ഡിസീസ് പ്രോഗ്രസ് ചെയ്യും തോറും മ്യൂക്കസ് മെംബ്രെയിനിലും സ്കിന്നിലും മഞ്ഞ നിറം, യൂറിൻ എന്നിവ മഞ്ഞ നിറം, പ്രധാനമായിട്ടും നാക്കിനടിയിൽ, കണ്ണിന്റെ സ്ക്ലീറയിലൊക്കെ മഞ്ഞ നിറം കാണപ്പെടുന്നതിന് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നു. ശരീരത്തിലുള്ള ചൊറിച്ചിൽ, വയറിൽ ദ്രാവകം അടിഞ്ഞുകൂടുന്നതിന് അസൈറ്റിസ് എന്ന് പറയുന്നു. കണങ്കാലിൽ നീര്, സ്പ്ലീനിലുള്ള വീക്കം, കൈവെള്ളയിലെ നിറവ്യത്യാസം, തൊലിക്കടിയിൽ ചന്തി വല പോലെ കാണപ്പെടുക. ഇത് ബ്ലഡ് വെസൽ വലുതാകുന്നത് കൊണ്ടാണ്. മദ്യം കഴിക്കാത്തവരിലും സിറോസിസ് ലിവറും ലിവർ ഫെയിലിയറും ഉണ്ടാകുന്നത് എന്തെന്ന് ഇതുവരെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. താഴെ പറയുന്ന കാരണങ്ങൾ ആകാമെന്ന് ഉള്ള നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. അതായത് പരമ്പരാഗതമായ കാരണങ്ങൾ, ജെനറ്റിക്സ്, അമിതവണ്ണം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതാ നമ്മുടെ സെൽസ് ഇൻസുലിനോട് പ്രതികരിക്കാതിരിക്കുകയും ബ്ലഡ് ഷുഗർ ലെവൽ കൂടുകയും ചെയ്യുക, BP കൂടുക, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവ കൂടുക എന്നീ കണ്ടീഷനിൽ ലിവറിൽ കൊഴുപ്പടിഞ്ഞു കൂടാനും സിറോസിസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചില അസുഖങ്ങൾ ഈ ലിവറിൽ കൊഴുപ്പടിഞ്ഞു കൂടാൻ സഹായിക്കുന്നു. അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസസ്, ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പോപിറ്റ്യൂട്ടറിസം, ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി, സ്ലീപ്പ് എപ്നിയ. പ്രധാനമായും വയറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്നതൊക്കെ ലിവറിൽ കൊഴുപ്പടിഞ്ഞു കൂടാൻ സാധ്യതയുണ്ട്. അത് സിറോസിസിന് വഴിതെളിക്കുകയും ചെയ്യും. 50 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഇത് കൂടുതലായി കാണപ്പെടുന്നു. ഇത് ഡയഗ്നോസ് ചെയ്യാൻ CT സ്കാൻ വഴി ഡയഗ്നോസ് ചെയ്യാവുന്നതാണ്. അതുമൂലം മറ്റ് അസുഖങ്ങളെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ കഴിയും. പിന്നെ അടുത്തത് ലിവർ ബയോപ്സിയാണ്. കോംപ്ലിക്കേഷൻസ് മെയിനായിട്ടും ഇതുവരെ പറഞ്ഞതുപോലെ ലിവർ സിറോസിസ്, ലിവർ സെൽസിന് സ്കാറിംഗ് ഉണ്ടാവുകയും അത് സ്കാറിംഗ് അധികമാകുമ്പോൾ സിറോസിസിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അത് വയറിനകത്ത് നീർക്കെട്ടുണ്ടാക്കുകയും ഇതിന് അസൈറ്റിസ് എന്ന് പറയുന്നു. അടുത്തത് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ഈസോഫാജിയൽ വേരിസസ്, അതായത് നമ്മുടെ അന്നനാളത്തിനകത്തുള്ള വെയിൻ വലുതാവുകയും അത് റപ്ചർ ആവുകയും ചെയ്യും. ഇത് ബ്ലഡ് വൊമിറ്റ് ചെയ്യാൻ കാരണമാകുന്നു. ലിവർ ക്യാൻസർ മറ്റൊരു കോംപ്ലിക്കേഷനാണ്. രക്തത്തിൽ നിന്ന് ടോക്സിക്സിനെ നീക്കം ചെയ്യാൻ കഴിയാതിരിക്കുകയും അത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി എന്ന് പറയും. ഇത് ആശയക്കുഴപ്പം, മയക്കം, വളരെ അവ്യക്തമായ സംസാരം എന്നിവ ഉണ്ടാകാൻ കാരണമാകുന്നു. സ്പ്ലീനിന്റെ ആക്ടിവിറ്റി കൂടുന്നത് കൊണ്ട് നമ്മുടെ ബ്ലഡ് സെൽസിന്റെ കൗണ്ട് കുറയുന്നു. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്നിവയുടെ കൗണ്ട് കുറയുന്നു. അവസാനം ഹെപ്പാറ്റിക് ഫെയിലിയർ സംഭവിക്കുന്നു. അങ്ങനെ ലിവർ അതിന്റെ ഫംഗ്ഷൻ നിർത്തിവെക്കുന്നു. ഹെപ്പാറ്റിക് ഫെയിലിയർ സംഭവിക്കുമ്പോൾ ടോക്സിൻസ് ശരീരത്തിൽ നിന്നും മാറ്റാൻ സാധിക്കാതിരിക്കുകയും മറ്റ് ഓർഗൻസിനെ ഇത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ ഓർഗൻസിനും ഫെയിലിയർ സംഭവിക്കുന്നു. ഇത് തടയാനായി പ്രോസസ്ഡ് ഫുഡ്, ബേക്ക്ഡ് ഫുഡ്, മധുരപാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ച് പ്രോട്ടീൻ കഴിക്കുക. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, നാരുള്ള പച്ചക്കറികൾ, ചീര, മുരിങ്ങയില, വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി എന്നിവ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് വെയിറ്റ് കൂടാൻ എതിരിക്കാനും സഹായിക്കും.
ധാരാളം വണ്ണമുള്ളവർ പതിയെ പതിയെ വെയിറ്റ് കുറയ്ക്കാൻ ഉള്ള എക്സസൈസ് മറ്റു കാര്യങ്ങളും ചെയ്യണം. പിന്നെ നമ്മുടെ BP, കൊളസ്ട്രോൾ, ഷുഗർ ലെവൽ എന്നിവ നോർമൽ ആയെന്ന് തിട്ടപ്പെടുത്തണം. പ്രാരംഭ ദശയിൽ തന്നെ ഭക്ഷണവും എക്സസൈസും ഒക്കെ വഴി ഈ ലിവറിന്റെ സ്കാറിങ്, ഇൻഫ്ലമേഷൻ എന്നിവ തടയുന്നത് മൂലം ലിവറിനെ ആരോഗ്യത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും.